പിന്നാലെ സത്യം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തിലേക്കാണ് ഞാൻ ഉയർന്നു വന്നതെന്ന് എനിക്ക് തോന്നി. അത്രയും കാരണം ഞാൻ ഞാൻ സ്വപ്നം പോലും കാണാത്ത അത്രയിൽ ഉയരത്തിലേക്ക് ഞാൻ പെട്ടെന്നങ്ങോട്ട് വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എയർ ഇന്ത്യയുടെ ഇത് വന്ന് അന്വേഷിച്ച് അവരെത്തിയപ്പം ഈ ബിനാലയുടെ ഷോ സമയത്താണ് അവരത് കണ്ടിട്ട് അന്വേഷിച്ചെത്തിയിരിക്കുന്നത്. 1-2 ആർട്ടിസ്റ്റുമാരെയും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവസാനം എൻ്റെതാണ് സെലക്ട് ചെയ്തത്. ഒരു വീടും അതും ആയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ആർട്ടിൽ മുഴുകാൻ പ്രയാസമായിരുന്നു. 2 കാര്യങ്ങളോട് ഒരുമിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും പല കാര്യങ്ങളും മറന്നു പോവുക എനിക്ക് മനസ്സിലായി. എനിക്ക് അവിടെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പം മുഴുവൻ ടൈം അതിലേക്ക് ലൈഫ് തന്നെ ഞാൻ ആർട്ടിന് വേണ്ടി മാറ്റിവെച്ചത് പിന്നീടാണ്. ഇപ്പോഴും സത്യത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ഉള്ളിൽ കിടക്കുകയായിരുന്നു, ഞാൻ എന്ത് ചെയ്യണം. തുടക്കം മുതലേ ഞാനിങ്ങനെ ആലോചിച്ച് കൊടുക്കുക, അതിനുള്ള എങ്ങനെയാണോ ഒരു വർക്ക് എനിക്ക് ഫുൾ ടൈം ചെയ്യാൻ പറ്റാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ കുട്ടികളുണ്ട്, അവർ വലുതാണ്, അതിന് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ സമയത്തിന് ശേഷമാണ് ഞാൻ വീട്ടിൽ അറിയിച്ചു, എനിക്കിതാണ് എനിക്ക് വേണ്ടത്, ഇറങ്ങിയേ തീരൂ, എനിക്കൊന്നും ശരിയാവില്ല എന്ന് മനസ്സിലായി. അവിടെ അവരെയും നോക്കാൻ പറ്റില്ല, ആർട്ടിലും നിന്നാൽ ഞാനാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ നിന്നിട്ട് കാര്യമില്ല, ആർക്കും ഒരു ഗുണമില്ല മനസ്സിലായി. അങ്ങനെ പറയല്ല, എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഇതാണ്. അത് മുഴുവൻ എനിക്ക് എൻ്റെ ലൈഫ് തന്നെ പൂർണ്ണമാണെങ്കിൽ ഞാൻ ആർട്ടിലേക്ക് ഇറങ്ങിയേ തീരുന്നു.